ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കൊച്ചി കോയ എന്നാണ് ഇതിൻ്റെ പേര്. കാണാൻ വലിയ കളർഫുൾ അല്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു കപ്പ് അവലും 2-3 പഴം ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ഇതിനി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് അവൽ ചേർക്കുക. അവലെടുക്കുമ്പോൾ അധികം കട്ടിയില്ലാത്ത അവലെടുക്കുന്നതാണ് നല്ലത്. ബ്രൗൺ കളർ അവലോ വെള്ള അവലോ ഏത് വേണേലും ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇതിന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഒരു അല്പം 1/2 സ്പൂണ് നെയ്യ് ചേർത്ത് വറുത്തെടുക്കുകയാണ്. ചിലർ ഇതിൽ നെയ്യ് ചേർക്കാറില്ല, അല്ലാതെ അങ്ങ് വറുത്തെടുക്കത്തേ ഉള്ളൂ. എങ്ങനെ വേണേലും ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ ഈ അവലിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അവൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് അവലെടുത്ത് കയ്യിലൊന്ന് ഞെരിടുമ്പോഴത്തേന് ഒന്ന് പൊടിഞ്ഞു വരില്ലേ, അതുപോലെ ക്രിസ്പി ആവുന്നിടം വരെ വറുത്തെടുക്കണം. ഒത്തിരി കട്ടിയുള്ള അവലെടുക്കുന്നത് നല്ലത്. കട്ടി കുറഞ്ഞ അവലിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അവൽ ക്രിസ്പി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് അവലിന് ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത് മൈസൂർ പഴം, ചെറുപഴം ഒക്കെയാണ്. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇനി ഒരു പരന്ന മൺപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് 3/4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുക. ചെറുള്ളി എടുത്തിരിക്കുന്നത് 12 മുതൽ 15 വരെ എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ സ്പൂൺ വെച്ച് ഉടയ്ക്കുന്നതിലും നല്ലത് കൈവച്ച് തന്നെ നല്ലവണ്ണം ഞെരടിയെടുക്കുന്നതാണ്. ആ ഉള്ളിയുടെ അടുക്കുകളൊക്കെ ഒന്ന് അടർന്നു വരണം. നല്ലവണ്ണം തേച്ച് ഞെരടിയെടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് സവാള ഉപയോഗിക്കുന്നവരുണ്ട്. സവാളയേക്കായി നല്ലത് ചെറുള്ളിയാണ്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ റെസിപ്പി ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യമേ ഉള്ളി ഇതുപോലെ ഞെരടി മാറ്റി വയ്ക്കണം. ഇനി അതേ മൺപാത്രത്തിൽ തന്നെ പഴം 3 തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. സ്റ്റീൽ പാത്രത്തിലിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാമെങ്കിൽ തെന്നി പോവും, അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മൺപാത്രം എടുത്തത്. ഇതുപോലെ പൊട്ടറ്റോ മാഷറോ ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ചിരട്ടത്തവി വെച്ചോ എങ്ങനെ വേണേലും നല്ലവണ്ണം ഉടച്ചെടുക്കണം. പക്ഷേ മിക്സിയുടെ ജാറിലിട്ട് അടിക്കരുത്. തീരെ ചെറിയ പഴമാണെങ്കിൽ ഒരു 4 എണ്ണമായാലും എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ട് അളവുകളൊന്നും തന്നെയില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരല്പസ്വല്പമൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഴത്തിൻ്റെയും മധുരത്തിൻ്റെയും ഒക്കെ അളവ്. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഇഞ്ചിയുടെ നീരാണ്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീര് ചേർക്കുക. ഇനി അതേ ടേബിൾ സ്പൂണിന് തന്നെ 1/2 ഭാഗമോ 3/4 നാരങ്ങ നീര് ചേർക്കുക. ഇനി ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അല്പം ഉപ്പ് ചേർക്കണം, അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ആകും. ഇനി മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. 1.5-1.25 കപ്പോ തേങ്ങ എടുത്തിട്ട് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഒറ്റ പാലായിട്ട് പിഴിഞ്ഞെടുത്താണ്. കുറച്ച് പാൽ കട്ടിക്കിരുന്നാലും നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ചിലരിതിൽ പകുതി പശുവും പാലും പകുതി തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തും ചേർക്കാറുണ്ട്. ഇനി ഇതിലോട്ട് ആ ഉള്ളിയൂടെ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് കഴിക്കുമ്പോൾ ഇഞ്ചി നീരൊക്കെ നമുക്ക് അറിയണം, ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ. അപ്പം ഇഞ്ചി വെള്ളം ചേർത്ത് അരച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണെങ്കിൽ 1/2 സ്പൂൺ കൂടെ കൂടുതലായിട്ട് ഈ ഒരളവിന് ചേർക്കണം. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ 2 പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഉള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർക്കുന്ന ഇഷ്ടമല്ല, ഉള്ളി കടിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ചതച്ചിട്ട് നീരെടുത്താലും ചേർക്കേണ്ടതാണ്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മധുരം നോക്കിയപ്പോൾ ഒരല്പം കൂടി എനിക്ക് ആവശ്യമായിട്ട് തോന്നി. ഒരല്പം ശർക്കരപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ അനുസരിച്ച് ചേർക്കുക.
ഈ സമയത്ത് എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മധുരമോ ഉപ്പോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അതോടെ മിക്സ് ചെയ്ത് കറക്റ്റിന് ചേർക്കുക. പഴം ഇതിലും കുറച്ചുകൂടി ഉടച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിൽ ചേർക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഇത് അവലുമായിട്ട് മിക്സ് ചെയ്ത് വെക്കരുത്. നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് പ്ലേറ്റ് എടുക്കുക, വക്കുള്ള പ്ലേറ്റ് എടുക്കാൻ നോക്കണേ. ഇത് അവലെടുത്തിട്ടുണ്ട്, നമ്മുടെ ആവശ്യാനുസരണം അവലെടുക്കുക. ഇനി നമ്മുടെ ഇഷ്ടത്തിന് കോരി ഒഴിക്കുക. ഇത്ര അളവ് വേണമെന്നൊന്നും തന്നെയില്ല. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. എനിക്ക് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആദ്യമേ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ പിന്നീട് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ ആഹാ ഇതെന്ത് ടേസ്റ്റാണെന്ന് മനസ്സിലാക്കിയത്. നമ്മുടെ ആവശ്യത്തിന് പഴത്തിൻ്റെ മിശ്രിതം ഒഴിക്കുക. ഇത് ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കരുത്, അവൽ ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ചേർത്ത് കഴിക്കണം. അപ്പോൾ മുറുമുറാന്നിരിക്കും അവലിൻ്റെ ടേസ്റ്റ്. ഈ പഴം കൂടെ ചേർക്കുമ്പോൾ അടിപൊളിയാണ്. സ്പൂൺ വേണമെന്നൊന്നുമല്ല, കൈവച്ച് നല്ല കഞ്ഞി കുടിക്കുന്ന പോലെ ഞെരടി അങ്ങോട്ട് കഴിക്കുക, ആസ്വദിക്കുക. കഴിവതും നിങ്ങൾ തേങ്ങാപ്പാൽ മാത്രമായിട്ട് ചേർത്ത്, പശുവും പാൽ ചേർക്കാതെ തേങ്ങാപ്പാൽ മാത്രമായിട്ട് ഒഴിച്ച് ചേർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കുറച്ച് കട്ടിപ്പാലാണെങ്കിൽ പിന്നെ പറയണ്ടായല്ലോ. കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കളറൊക്കെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ രുചി അപാരമാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റ് തരാൻ ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.